കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വൃക്ക രോഗികൾക്കുള്ള ഡയാലിസിസ് പ്രതിസന്ധിയിൽ മരുന്നുകളും അനുബന്ധ ഉപകരണങ്ങളും മെഡിക്കൽ കോളേജിൽ തീർന്നതാണ് രോഗികൾക്ക് ഇരുട്ടടിയായത്. ചെലവേറിയ മരുന്നുകളും മറ്റും പുറത്തുനിന്ന് വാങ്ങി നൽകുന്നവർക്ക് മാത്രമാണ് ഇപ്പോൾ ഡയാലിസിസ് ചെയ്യുന്നത്. ഇത് മലപ്പുറം കോഡൂർ സ്വദേശി ജാഫർ 60 കിലോമീറ്റർ ഓട്ടോറിക്ഷ ഓടിച്ചാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡയാലിസിസിന് എത്തുന്നത്. ആരോഗ്യ ഇൻഷുറൻസ് ഉള്ളതിനാൽ ചികിത്സയ്ക്ക് ചെലവൊന്നുമില്ലായിരുന്നു ഇതുവരെ. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചയായി ഡയാലിസിസ് വഴിമുട്ടിയ നിലയിലാണ്. ഡയാലിസിസിന് വേണ്ട ഡയാലൈസർ, ഫിസ്റ്റുല നീഡിൽ, ബൈക്കാർ പൗഡർ തുടങ്ങിയവയൊന്നും മെഡിക്കൽ കോളേജിൽ കിട്ടാനില്ല. ഇവിടെ ഇപ്പോൾ ഡയാലിസിസ് യൂണിറ്റിൽ നമുക്ക് ഇവിടെ ബില്ല് ഒരു ആരോഗ്യ ഇൻഷുറൻസിൽ നമുക്ക് ബില്ല് അടിച്ചു കൊടുത്താൽ മാത്രം മതിയായിരുന്നു. അതായത് ഒരു 900 രൂപയാണ് നമുക്ക് ആരോഗ്യ ഇൻഷുറൻസിൽ ബില്ലാകുന്നത്. വേറൊരു പൈസ ആയിട്ട് നമുക്കൊന്നും എടുക്കേണ്ടിയില്ലേന്. ഇന്നിപ്പോൾ എനിക്കിപ്പോൾ ഇതിൽ എഴുതി തന്നത് മാക്സിമം ഒരു 1000 രൂപേൻ്റെ അടുത്ത് വരും. ഇന്ന് എഴുതി തന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു 100 രൂപേൻ്റെ അടുത്ത് വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഡയലൈസർ തീർന്ന്, നീഡിൽ തീർന്ന്, ട്യൂബ് ഇതൊക്കെ വാങ്ങണം. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡയലൈസറിന് 650 രൂപ ചില സ്ഥലത്ത് 2000 രൂപ, ചില സ്ഥലത്ത് 1250 രൂപ ആണ് മെഡിക്കൽ ഷോപ്പിലെ വില. ചില സ്ഥലത്ത് ഇത് ഇല്ലാതാണ്. അപ്പോൾ എല്ലാ രോഗികൾക്കും പ്രതിസന്ധിയാണ്. കാരണം എല്ലായിടത്തും പണം ഉണ്ടാവുന്നില്ല. ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് ചെയ്യണം. മിക്കവർക്കും ജോലിക്ക് പോകാൻ പറ്റില്ല. നമ്മളിവിടെ വന്ന് പോകേണ്ട ഒരു ഇൻഷുർ കാർഡ് ഉണ്ടായതുകൊണ്ടല്ല ചെയ്യാൻ കഴിയില്ല. 1500-2000 രൂപ കൊടുത്ത് ആഴ്ചയിൽ 3 ഡയാലിസിസ് എങ്ങനെ മുന്നോട്ട് പോവാം? നമുക്കൊന്നൊരു വരുമാനമില്ല. എനിക്ക് 18 വയസ്സായ ഒരു മോനാണുള്ളത്, 2 പെൺകുട്ടികളാണ്. പിന്നെ അപ്പോൾ നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇത്രയും, ഞാൻ പറഞ്ഞില്ല, 14 കൊല്ലമായി ഇത് ചെയ്തുകൊണ്ട് പോകണത്. മരുന്ന് നൽകിയ വകയിൽ 75 കോടി രൂപ കുടിശ്ശികയായതോടെയാണ് വിതരണക്കാർ മെഡിക്കൽ കോളേജിന് മരുന്ന് കൊടുക്കുന്നത് നിർത്തിയത്. ഡയാലിസിസ് ഉപകരണങ്ങൾ വലിയ തുകയ്ക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നത് ശാരീരികമായും സാമ്പത്തികമായും അവശരായ ഇതുപോലെയുള്ള 100 കണക്കിന് രോഗികളെയാണ് വലിയ തോതിൽ ബുദ്ധിമുട്ടിലാക്കുന്നത്. ക്യാമറ പേഴ്സൺ സഞ്ജു പൊറ്റമലിനൊപ്പം മുഹമ്മദ് ഷംസീർ, മീഡിയ 1, കോഴിക്കോട്.